Hello everyone, welcome to our channel SNS Online Classes. Today I am going to discuss about one of the financial service, that is factoring. What is factoring? Who is a factor? Who is a factor? And how many types of factoring? Financial service. What is financial service? Financial service, rendering any service to getting reward in terms of finance or money are called financial service. നമ്മൾ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് റിവാർഡായിട്ട് ക്യാഷോ അല്ലെങ്കിൽ ഫിനാൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർവീസിന് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയും. ലൈക്ക് ഒരു ഡോക്ടർ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒരു ലോയർ ഒരു ക്ലയൻറ്റിൻ്റെ വേണ്ടി കേസ് ഇത് ചെയ്യാനും കോർട്ടിൽ അതൊക്കെ ഫിനാൻഷ്യൽ സർവീസ് ആണ്. സോ വൺ ഓഫ് ദ ഫിനാൻഷ്യൽ സർവീസ് ഫാക്ടറിംഗ് ആണ്. ഫാക്ടറിംഗ്, വാട്ട് ഇസ് ഫാക്ടറിംഗ്? Factoring is a financial service which help the firm to maintain their receivables in better way. ഒരു ഫാമിന് കുറേ സെയിൽസ് ഉണ്ടാവും, ക്രെഡിറ്റ് സെയിൽസും ഉണ്ടാവും, ക്യാഷ് സെയിൽസും ഉണ്ടാവും. അവർക്കിടെ ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു ഫാമിന് കുറേ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഫാമിന് ഡിഫിക്കൽട്ട് ആവും ആ ക്രെഡിറ്റ് സെയിൽസ് കളക്ട് ചെയ്യാൻ. അപ്പോൾ ആ ഫാം ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ ബിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഏജൻറ്റിനാണ് ഫാക്ടറാണ് പറയുന്നത്. ആ ഫാക്ടർ ചെയ്യുന്ന സർവീസിനാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഫാക്ടർ ഈസ് എ പേഴ്സൺ ഹൂ കളക്ട് ബിൽസ് ബിഹാഫ് ഓഫ് ഫാം. ഫാമിൻ്റെ പകരം ഫാമിൻ്റെ ക്രെഡിറ്റ് സെയിൽസോ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാക്ടർ. ഈ ഫാക്ടർ ചെയ്യുന്ന സർവീസിനാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് അറേഞ്ച്മെൻ്റ് ആണ്. ഫാക്ടറിംഗ് ഒരു കണ്ടിന്യൂസ് അറേഞ്ച്മെൻ്റ് ആണ് ബിറ്റ്വീൻ ഫാക്ടർ ആൻഡ് ഫാം. ഫാമും ഫാക്ടർ തമ്മിലുള്ള ഒരു കണ്ടിന്യൂസ് അറേഞ്ച്മെൻ്റ് ആണ് ഫാക്ടറിംഗ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഹൗ മെനി ടൈപ്സ് ഓഫ് ഫാക്ടറിംഗ്. ഇവിടെ പല ടൈപ്സ് ഫാക്ടറിംഗ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ റീകോഴ്സ് ആൻഡ് നോൺ റീകോഴ്സ് ഫാക്ടറിംഗ്. സെക്കൻഡ് വൺ അഡ്വാൻസ് ആൻഡ് മെച്യൂരിറ്റി ഫാക്ടറിംഗ്. തേർഡ് വൺ ബാങ്ക് പാർട്ടിസിപ്പേഷൻ ഫാക്ടറിംഗ്. ഫോർത്ത് വൺ കോൺഫിഡൻഷ്യൽ ഫാക്ടറിംഗ് ഓർ undisclosed factoring. Fifth one supplier guarantee factoring. Sixth one international factoring. Seventh one conventional or full factoring. Number 8 limited factoring. Ninth one disclosed factoring. 10th selected seller or buyer based factoring. 11 domestic factoring. And 12 ലാസ്റ്റ് വൺ ഏജൻസി ഫാക്ടറിംഗ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഫാക്ടറിംഗ്? അപ്പോൾ റീകോഴ്സ് ആൻഡ് നോൺ റീകോഴ്സ് ഫാക്ടറിംഗ് എന്താണ് നോക്കാം. റീകോഴ്സ് ആൻഡ് നോൺ റീകോഴ്സ് ഫാക്ടറിംഗ്. അണ്ടർ ദിസ് സിറ്റുവേഷൻ, അണ്ടർ റീകോഴ്സ് ഫാക്ടറിംഗ് ഫേം ബിയേഴ്സ് ഓൾ ദ ക്രെഡിറ്റ് റിസ്ക്. ഇതിനകത്ത് എന്താ പറഞ്ഞത്? റീകോഴ്സ് ഫാക്ടറിംഗിൽ എന്തെങ്കിലും ക്രെഡിറ്റ് റിസ്ക് ഉണ്ടെങ്കിൽ, മീൻസ് ബിൽസ് കളക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലോ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഫാക്ടറിന് ബിൽസ് റിസീവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു എന്താ പറയേണ്ടത്, ഒരു റിസ്ക്കും ഫാക്ടറി ബിയർ ചെയ്യേണ്ട. ഓൾ റിസ്ക് ഫാമാണ് ബിയർ ചെയ്യേണ്ടതാണ് അണ്ടർ റീകോഴ്സ് ഫാക്ടറിംഗ്. നോ റീകോഴ്സിൽ പറയുന്നത് എന്താണ്? അണ്ടർ നോൺ റീകോഴ്സ് ഫാക്ടറിംഗ് all risk bears by the factory. ഇപ്പോൾ അണ്ടർ നോൺ റീകോഴ്സ് ഫാക്ടറിങ്ങിൽ എന്തെങ്കിലും ക്രെഡിറ്റ് റിസ്ക് ഉണ്ടെങ്കിൽ, മീൻസ് ഫാക്ടറിന് എന്തെങ്കിലും ബിൽസ് റിസീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ബിയർ ചെയ്യുന്നത് ഫാക്ടറി തന്നെയാണ്. അതിനകത്ത് ഫാം ഒന്നും ചെയ്യില്ല. ഫാം എല്ലാം റെസ്പോൺസിബിലിറ്റി ഫാക്ടറിൻ്റെ കയ്യിൽ കൊടുക്കും. ഫാക്ടറി അത് റിസീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫാക്ടർ ആയിരിക്കും ആ റിസ്ക് ബോൺ ചെയ്യേണ്ടത്. രണ്ടാമത് പറഞ്ഞത് അഡ്വാൻസ് ആൻഡ് മെച്യൂരിറ്റി ഫാക്ടറിംഗ്.
एडवांस फैक्टरिंग क्या होता है? अंडर एडवांस फैक्टरिंग firm will pay some amount in advance against uncollected receivables. അഡ്വാൻസ് ഫാക്ടറിങ്ങിൽ ഫേം ഫാക്ടറിന് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കും. അയാൾ ഫാക്ടറി എന്തെങ്കിലും ബിൽസ് റിസീവ് ചെയ്തിട്ടില്ലെങ്കിലും ഫസ്റ്റ് തന്നെ കുറച്ച് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അതാണ് അഡ്വാൻസ് ഫാക്ടറിങ്. പിന്നെ പറഞ്ഞത് മെച്യൂരിറ്റി ഫാക്ടറിങ്. ഇതെന്താ പറയുന്നത്? മെച്യൂരിറ്റി മീൻസ് ഒരു ഫിക്സഡ് പീരീഡ് തരും, ഒരു ഫാക്ടറിൻ്റെ ഒരു ഫിക്സഡ് പീരീഡ് തരും. ആ പീരീഡിനുള്ളിൽ കളക്ട് ചെയ്യുന്ന ബിൽസിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് അവർക്ക് പേയ്മെൻറ്റ് നടക്കും. മീൻസ് ഫേം പേയ്മെൻറ്റ് നടക്കും ഫാക്ടറിന്. ഒരു നിശ്ചിത സമയം ഫിക്സ് ചെയ്യും. ആ സമയത്തിൻ്റെ ഉള്ളിൽ എത്ര ബിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് ആ ബിൽസിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യും. ആർക്ക്? ഫാക്ടറിന് ഫേം പേ ചെയ്യും. അതാണ് മെച്യൂരിറ്റി. ആഫ്റ്റർ മെച്യൂരിറ്റി ഡേറ്റിനും ശേഷം. അപ്പോൾ നെക്സ്റ്റ് തേർഡ് വൺ പറഞ്ഞത് എന്താ? ബാങ്ക് പാർട്ടിസിപ്പേഷൻ ഫാക്ടറിങ്. ബാങ്ക് പാർട്ടിസിപ്പേഷൻ ഫാക്ടറിങ്ങിൽ ബാങ്ക് ഇപ്പോൾ ഫാക്ടറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് പറയുള്ളൂ ഇത്ര നമ്പർ ഓഫ് ബിൽസ് കളക്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഫാക്ടറി ബിൽ കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാങ്കിന് ഒരു റിക്വസ്റ്റ് എന്തെങ്കിലും ചെയ്യും. ബാങ്കിന് പൈസ പ്രൊവൈഡ് ചെയ്യാൻ പറയും. മീൻസ് ആർക്ക്? ഫോമിന്. ബാങ്കിന് പറയും ഒരു ഷോർട്ട് ടേം ഫിനാൻസ് ഫോമിന് പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ ആ ഫാക്ടറിന്ന് കിട്ടാനുള്ള റിസീവബിൾസ് ഉണ്ടല്ലോ അതൊക്കെ സെക്യൂരിറ്റി ആയിട്ട് ബാങ്ക് വയ്ക്കും. ആ ബിൽസിൻ്റെ മേലാണ് ഫോമിന് ഷോർട്ട് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ബാങ്ക് ഫ്ലോട്ടിംഗ് ചാർജ് കളക്ട് ചെയ്യും. ആ എമൗണ്ടിൻ്റെ മുകളിൽ സർട്ടൻ പെർസെൻറ്റേജ് ഫ്ലോട്ടിംഗ് ചാർജ് കളക്ട് ചെയ്യും ബാങ്ക്. എന്താ പറയുന്നത്? ഫാക്ടറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കുറച്ച് നമ്പർ ബിൽസ് റിസീവബിൾ ഉണ്ടല്ലോ അത് ഫാക്ടർ ആ സമയത്ത് കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫാക്ടർ ബാങ്ക് പോകും. ബാങ്കിൽ പോയിട്ട് ബാങ്കിന് പറയും ഫോമിന് കുറച്ച് എമൗണ്ട് ഫോമിന് ക്യാഷിൻ്റെ ഷോർട്ടേജ് വരുമല്ലോ. ആ സമയത്ത് ആ ഷോർട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാങ്കിന് പറയും കുറച്ച് എമൗണ്ട് ഷോർട്ട് ടേം ആക്കി പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ ബാങ്ക് ഫോമിന് ഷോർട്ട് ടേം ക്യാഷ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ സെക്യൂരിറ്റി വെക്കുന്നത് ആ ബിൽസ് ഫാക്ടർ കളക്ട് ചെയ്യാൻ പോകുന്നത് ബിൽസ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ഫോമിന് ഷോർട്ട് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഫ്ലോട്ടിംഗ് ചാർജ് കളക്ട് ചെയ്യും ബാങ്ക്. പിന്നെ പറഞ്ഞത് ഫോർത്ത് വൺ കോൺഫിഡൻഷ്യൽ ഫാക്ടറിങ് ഓർ അൺഡിസ്ക്ലോസ് ഫാക്ടറിങ്. ഇതിനകത്ത് പറഞ്ഞത് എന്ത്? ചില സമയം ഫാം ഉണ്ടല്ലോ ആ ഫാം അപ്പോയിന്റ് ചെയ്തിയ ഫാക്ടറിന് കസ്റ്റമർക്ക് ഡിസ്ക്ലോസ് ചെയ്യില്ല. മീൻസ് പറയില്ല നമ്മൾ ഇയാൾക്ക് എന്താ പറയുക ഫാക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഈ ആൾ പോയി നിൻ്റെ കയ്യിൽ നിന്ന് ബിൽസ് റിസീവ് ചെയ്തോളും അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്തോളും അങ്ങനെയൊന്നും പറയില്ല. അത് അൺഡിസ്ക്ലോസ് ആയിരിക്കും, കോൺഫിഡൻസ് ആയിട്ട് വെക്കും. പിന്നെ അയാൾക്ക് ബിൽസ് റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ വേറെ ഒരു അഡ്രസ്സ് പറയും, നീ ആ അഡ്രസ്സ് പോയി ക്യാഷ് അടിച്ചാൽ മതി അങ്ങനെ പറയും. പക്ഷെ ഫാക്ടറിൻ്റെ നെയിമും അഡ്രസ്സും ഒന്നും മെൻഷൻ ചെയ്യൂല ഇൻവോയ്സിൽ. അതാണ് പറഞ്ഞ അൺഡിസ്ക്ലോസ് ഫാക്ടറി. പിന്നെ പറഞ്ഞത് സപ്ലയർ ഗ്യാരണ്ടി ഫാക്ടറി. ഇതിനകത്തുണ്ടല്ലോ സപ്ലയർ ഗ്യാരണ്ടി ഫാക്ടറി. ഇതിനകത്ത് ഫാക്ടറി എന്താ ചെയ്യുന്ന അറിയാമോ? സപ്ലയർക്ക് ഒരു തേർഡ് പാർട്ടി ഗ്യാരണ്ടി തരും. സപ്ലയർക്ക് പറയും എന്തെങ്കിലും മെറ്റീരിയൽസ് ഇപ്പോൾ ഫാർമസിൻ്റെ ആവശ്യമുണ്ടല്ലോ അത് സപ്ലൈ ചെയ്തോ, പൈസ ഞാൻ കളക്ട് ചെയ്ത് തരാം. ഒരു തേർഡ് പാർട്ടിന് പ്രൊവൈഡ് ചെയ്യും ഗ്യാരണ്ടി നൽകാൻ വേണ്ടി ഒരു തേർഡ് പാർട്ടിനെ അപ്പോയിന്റ് ചെയ്യും ഫാക്ടർ. അതാണ് പറഞ്ഞ സപ്ലയർ ഗ്യാരണ്ടി ഫാക്ടറി. പിന്നെ പറഞ്ഞത് എന്ത്? ഇന്റർനാഷണൽ ഫാക്ടറിങ്. ഇന്റർനാഷണൽ ഫാക്ടറിങ് എപ്പോൾ വരും? വെൻ ദ ബിസിനസ് ഓഫ് ദ ഫാം ക്രോസ് ദ ബോർഡർ, മീൻസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത്. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സെയിൽസ് ഔട്ട് ഓഫ് ദ കൺട്രി ആണെങ്കിൽ ആ സമയത്താണ്
this type of international factoring is coming. അപ്പോൾ ഇന്റർനാഷണൽ ഫാക്ടറിങ്ങിലെ എക്സ്പോർട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ മീൻസ് ഇന്റർനാഷണൽ റിസീവബിൾസ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടി അപ്പോയിൻ ചെയ്യുന്നത് ഫാക്ടറിങ്ങിനാണ് ഇന്റർനാഷണൽ ഫാക്ടറിങ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് എന്താ, കൺവെൻഷണൽ ഓർ ഫുൾ ഫാക്ടറിങ്. കൺവെൻഷണൽ ഓർ ഫുൾ ഫാക്ടറിങ്ങിൽ എന്താ പറയുന്നത് ഓൾഡ് ലൈൻ, അതർവൈസ് നോൺ ആസ് ദ ഓൾഡ് ലൈൻ ഫാക്ടറിങ്. ഓൾഡ് ലൈൻ ഫാക്ടറിങ്, കൺവെൻഷണൽ ഓർ ഫുൾ ഫാക്ടറിങ്, അതർവൈസ് നോൺ ആസ് ഓൾഡ് ലൈൻ ഫാക്ടറിങ്. ഇതിനകത്ത് പറയുന്നത് എന്താന്ന്, ചില സമയത്തുണ്ടല്ലോ ഫാക്ടർ ഓൾ പെർഫോം, ഓൾ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഓൾ സർവീസ് മീൻസ് എന്താ പറയുന്നത്, ഫോമിൻ്റെ ഉള്ള എല്ലാ സർവീസും ഫാക്ടർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അത് എന്തൊക്കെയാണ്, ഇപ്പോൾ കളക്ഷൻ ഓഫ് ബിൽസ് ആണ് മെയിൻ സർവീസാണ്, ഫാക്ടറിൻ്റെ മെയിൻ സർവീസാണ് ബിൽ കളക്ഷൻ. പക്ഷെ അയാൾ ബില്ലും കളക്ട് ചെയ്യും, സെയിൽ മെയിൻറ്റെയിൻ ചെയ്യും, സെയിൽസ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യും, ക്രെഡിറ്റ് കളക്ഷൻസ് ചെയ്യും, പിന്നെ ക്രെഡിറ്റ് കൺട്രോളും ചെയ്യും, ആൻഡ് ക്രെഡിറ്റ് ഇൻഷുറൻസും ചെയ്യും. ഇപ്പോൾ ഫാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഫാക്ടറിൻ്റെ മെയിൻ ജോബ് എന്താ, ബിൽസ് റിസീവ് ചെയ്യുക, ബിൽസ് കളക്ട് ചെയ്യുക. പക്ഷെ അയാൾ ബിൽസും കളക്ട് ചെയ്യും, ക്രെഡിറ്റ് സെയിൽസ് ലെഡ്ജറും മെയിൻറ്റെയിൻ ചെയ്യും, ക്രെഡിറ്റ് കളക്റ്റും ചെയ്യും, ക്രെഡിറ്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതും ചെയ്യും, ക്രെഡിറ്റ് കൺട്രോളും ആ ഫാക്ടർ തന്നെ ചെയ്യും. അതാണ് പറയുന്നത് ഫുൾ ഓർ കൺവെൻഷണൽ ഫാക്ടറിങ്. ഓൾമോസ്റ്റ് ഓൾ സർവീസ് പെർഫോം ചെയ്യും ഇൻ ദ ഫാം. പിന്നെ വന്നത് ലിമിറ്റഡ് ഫാക്ടറിങ്. ലിമിറ്റഡ് ഫാക്ടറിങ് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മീനിങ് ഉണ്ട്. ലിമിറ്റഡ് ഫാക്ടർ എന്താ പറയുന്നത് അറിയാം, ഫാക്ടർ പറയും ഫാമിന് ഞാൻ ഇത്ര ഇത് മീൻസ് ഇത് ബിൽസ് മാത്രമേ കളക്ട് ചെയ്യുള്ളൂ, ബാക്കിനെ കളക്ട് ചെയ്യില്ല, അങ്ങനെ പറയും. ലിമിറ്റഡ് നമ്പർ ഓഫ് ബിൽസിനെ മാത്രം കളക്ട് ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ പറയും. അതാണ് പറയുന്നത് ലിമിറ്റഡ് ഫാക്ടറി. പിന്നെ പറഞ്ഞത് നെക്സ്റ്റ് വൺ ഡിസ്ക്ലോസ് ഫാക്ടറിങ്. ഡിസ്ക്ലോസ് ഫാക്ടറിങ് അത് പറയുമ്പോൾ ഇത് കോൺഫിഡൻഷ്യൽ ഫാക്ടറിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ക്ലോസ് ഫാക്ടറിങ്. ഡിസ്ക്ലോസ് ഫാക്ടറിങ്ങിൽ ഫാം എന്താ ചെയ്യുന്നത്, ഫാം ഇൻവോയ്സ് കളക്ട് ചെയ്യുമല്ലോ. ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ അയാളൊരു ബിൽസ് കളക്ട് ചെയ്യും, ആ ബിൽസിൽ ഫാക്ടറിൻ്റെ നെയിം അഡ്രസ്സും മെൻഷൻ ചെയ്യും. അതിനാണ് പറയുന്നത് ഡിസ്ക്ലോസ് ഫാക്ടറിങ്. Disclose factoring, the name of factor is mentioned in the invoice. ആ ഇൻവോയ്സിൽ ഫാക്ടറിൻ്റെ നെയിമും അഡ്രസ്സും മെൻഷൻ ചെയ്യും, മീൻസ് പറയും നമ്മൾ ഇയാൾക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇയാൾക്ക് നിങ്ങൾ പൈസ കൊടുത്താൽ മതി, അങ്ങനെയൊക്കെ പറയും, ഫാം പറയും. പിന്നെ സെലക്റ്റഡ് സെല്ലർ ഓർ ബയർ ബേസ്ഡ് ഫാക്ടറിങ്. ഇതിനകത്ത് ഉണ്ടല്ലോ, ഇൻ സെലക്റ്റഡ് seller based factoring, the sellers are normally approved by the factor. ഫാക്ടർ തന്നെ സെല്ലർ ഡിസൈഡ് ചെയ്യും, ഇയാൾക്ക് സെയിൽ ചെയ്താൽ മതി, സെല്ലറിനെ ഡിസൈഡ് ചെയ്യും, നിങ്ങൾ അവിടെ നിന്ന് പോയി വാങ്ങിച്ചാൽ മതി, അങ്ങനെയൊക്കെ. സെല്ലർ തന്നെ ഫാക്ടർ തന്നെ സെല്ലർക്ക് പ്രൊവൈഡ് ചെയ്യും, മീൻസ് പറയും ഈ ആൾക്ക് മാത്രം വിറ്റാൽ മതി, ഞാൻ പോയി കളക്ട് ചെയ്തോളാം, അങ്ങനെ ആ സെല്ലർ പ്രൊവൈഡ് ചെയ്യും. ഫാക്ടർ തന്നെ ബയറും പ്രൊവൈഡ് ചെയ്യുന്നത് ഫാക്ടർ തന്നെ. ബയറും പറയും ഇയാൾക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയി വാങ്ങിക്കും. അത്ര മീൻസ് അതിൻ്റെ പറയുന്നത് എന്താ, ഫാക്ടർ ആയിരിക്കും അപ്രൂവ്ഡ് ചെയ്യുന്നത്, ബയറും സെല്ലറും ഫാക്ടർ ആയിരിക്കും അപ്രൂവ്ഡ് ചെയ്യുന്നത് അണ്ടർ ദിസ് ഫാക്ടറിങ്, സെലക്റ്റഡ് സെല്ലർ ഓർ ബയർ ബേസ്ഡ് ഫാക്ടറിങ്. നെക്സ്റ്റ് വൺ ഡൊമസ്റ്റിക് ഫാക്ടറിങ്. ഡൊമസ്റ്റിക് പറയുമ്പോഴത്തേക്ക് ഒരു കൺട്രിയുടെ ഉള്ളിൽ ഉള്ള ബൈങ് ആൻഡ് സെല്ലിങ്ങിൻ്റെ ആയിരിക്കും, ബിൽസ് റിസീവ് ചെയ്യാനുള്ളതായിരിക്കും ഡൊമസ്റ്റിക് ഫാക്ടറിങ്. ഡൊമസ്റ്റിക് ഫാക്ടറിങ്ങിൽ 3 പാർട്ടീസ് ഉണ്ട്, ബയർ ഉണ്ട്, ക്ലയൻറ്റ്സ് ഉണ്ട്, ക്ലയൻറ്റ്സ് മീൻസ് സെല്ലർ ഉണ്ട്, പിന്നെ ഫാക്ടർ ഉണ്ട്. ബയറുണ്ട്, സെല്ലറുണ്ട് ആൻഡ് ഫാക്ടർ ഉണ്ട്. പക്ഷെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ആ 3 പാർട്ടീസും
ബിസൈഡ് സെയിം കൺട്രീസ് ആയിരിക്കണം ലിവ് ചെയ്യുന്നത്. ഒരു കൺട്രി തന്നെ ജീവിക്കാനായിരിക്കണം. മീൻസ് വേറെ ഒരു കൺട്രിയുടെ ആയിരിക്കാൻ പാടില്ല. 3 പേരും സെയിം കൺട്രിയുടെ ആൾ ആയിരിക്കണം. ബയറും സെല്ലറും ആൻഡ് ഫാക്ടറും. അപ്പോൾ അതാണ് ഡൊമസ്റ്റിക് ഫാക്ടറിങ്. ലാസ്റ്റ് വൺ ഏജൻസി ഫാക്ടറിങ്. ഏജൻസി ഫാക്ടറിങ്ങിൽ ഫാക്ടറും ക്ലയൻറ്റും മീൻസ് സെല്ലർ, ഫാക്ടറും ക്ലയൻറ്റും അവരൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യും. എന്താ അറേഞ്ച്മെൻറ്റ് ചെയ്യും? ആ അറേഞ്ച്മെൻറ്റിൽ ക്ലയൻറ്റ് ലുക്ക് ആഫ്റ്റർ ചെയ്യും സെയിൽസ്, ദ ലെഡ്ജർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കളക്ഷൻ വർക്ക്. ക്ലയൻറ്റ് അയാൾക്കിടെ സെയിൽസ് അഡ്മിനിസ്ട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഫാക്ടർ എന്ത് ചെയ്യും? ഫാക്ടർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും ആൻഡ് അസ്യൂം ദ ക്രെഡിറ്റ് റിസ്ക്. ഫാമിൻ്റെ ക്രെഡിറ്റ് റിസ്ക് ഉണ്ടെങ്കിൽ അത് അസ്യൂം ചെയ്യും. പിന്നെ ഫാമിന് ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും. ക്ലയൻറ്റ് എന്താ ചെയ്യും? ക്ലയൻറ്റ് സെയിൽസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കളക്ഷൻ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ലുക്ക് ആഫ്റ്റർ ചെയ്യും. അണ്ടർ ഏജൻസി ഫാക്ടറിങ്ങിൽ ക്ലയൻറ്റും ഫാക്ടറും ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. ക്ലയൻറ്റ് ലുക്ക് ആഫ്റ്റർ ചെയ്യും സെയിൽസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കളക്ഷൻ വർക്ക്. പിന്നെ ഫാക്ടർ ലുക്ക് ആഫ്റ്റർ ചെയ്യും, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും ആൻഡ് ക്രെഡിറ്റ് റിസ്ക് ഉണ്ടെങ്കിൽ അത് അസ്യൂം ചെയ്യും ഫോമിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? എന്താണ് ഫാക്ടറിങ്, ഹൂ ഈസ് എ ഫാക്ടർ, പിന്നെ ഹൗ മെനി ടൈപ്സ് ഓഫ് ഫാക്ടറിങ്, അതാണ് പഠിച്ചത്. ഇപ്പോൾ if you like the videos, if you like the video, share and subscribe our channel. Okay, thank you.